നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മെസ്സിയുടെ വിഷയം എന്നെ വല്ലാതെ ദുഃഖിതനാക്കുന്നുണ്ട്. ഏതു തരത്തിലും പ്രശ്നം പരിഹരിക്കാൻ ഞാൻ തയ്യാറാണ്. പറയുന്നത് ജോയൻ ലാപ്പോർട്ടയാണ്. ലയണൽ മെസ്സി FC ബാഴ്സലോണയിലെത്തിയ ഘട്ടത്തിൽ ആദ്യത്തെ കോൺട്രാക്റ്റ് സൈൻ ചെയ്തത് ആരാണെന്നൊക്കെ അദ്ദേഹം വളരെ വൈകാരികമായിട്ട് പറയുന്നുണ്ട്. സംഗതി എന്തൊക്കെയാണെങ്കിലും 2021 ലയണൽ മെസ്സി FC ബാഴ്സലോണ വിട്ടു പോവാൻ കാരണക്കാരൻ ജോയൻ ലാപ്പോർട്ട എന്ന തരത്തിൽ പലരും ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഇനി അറ്റ്ലീസ്റ്റ് ആ സന്ദർഭം അദ്ദേഹം ഹാൻഡിൽ ചെയ്തത് ശരിയായില്ല എന്നെങ്കിലും വിശ്വസിക്കുന്നവരുണ്ട്. ലയണൽ മെസ്സിക്ക് ജോയൻ ലാപ്പോർട്ടയുടെ ബോർഡിനോട് ഒരു താല്പര്യം ഇപ്പോഴില്ല എന്നുള്ളതും അതിനോട് ചേർത്ത് നമ്മൾ കേട്ട വാർത്തയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലിയോ മെസ്സിയുടെ പേര് പറഞ്ഞ് വീണ്ടും ലാപ്പോർട്ട ഇറങ്ങുമ്പോൾ ആരാധകർക്കൊരു വിശ്വാസക്കുറവ്. ജോയൻ ലാപ്പോർട്ട പറയുന്നു, മെസ്സി ടോപ്പിക് എന്ന് പറഞ്ഞാൽ അതെന്നെ വല്ലാതെ ദുഃഖിപ്പിക്കുന്ന ഒന്നാണ്. ഞാനൊരു ബാഴ്സ ഫാനാണ്, പക്ഷേ എല്ലാറ്റിനും ഉപരി എനിക്ക് ബാഴ്സയാണ് വലുത്. ഇപ്പോൾ ഞാനൊരു മെമ്പറായിരുന്നെങ്കിൽ ഞാൻ മനസ്സിലാക്കും എന്താണ് പ്രസിഡൻറ്റ് ചെയ്തത്. അത് ക്ലബിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്തത് എന്ന് ഒരു മെമ്പറാണെങ്കിൽ ഞാൻ മനസ്സിലാക്കണം. പിന്നെ ഞാനാണ് മെസ്സിയുടെ ആദ്യ കോൺട്രാക്റ്റ് സൈൻ ചെയ്തത്. അന്ന് അദ്ദേഹത്തിന് 16 വയസ്സേ ഉള്ളൂ. പിന്നീട് നമ്മൾ അദ്ദേഹത്തോടൊപ്പം ബാഴ്സലോണ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടം ജീവിച്ചു. ഏതായാലും അദ്ദേഹം നല്ലൊരു ട്രിബ്യൂട്ട് അർഹിക്കുന്നുണ്ട്. ഒരു സ്റ്റാച്യു, ഒരു ഫുൾ ഓഫ് റെക്കഗ്നിഷൻ ഒക്കെ അദ്ദേഹം അർഹിക്കുന്നുണ്ട്. പക്ഷെ അത് മറുഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് കൂടി ചേർത്താണ് വേണ്ടത്. എന്ത് വിഷയമാണെങ്കിലും അത് സംസാരിച്ച് ഫിക്സ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. മെസ്സി ബാഴ്സക്ക് ഒരുപാട് നൽകിയിട്ടുണ്ട്, ബാഴ്സ അദ്ദേഹത്തിനും ഒരുപാട് നൽകിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി നമുക്ക് വീണ്ടും ഏതെങ്കിലും ഒരു നാൾ കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണിപ്പോൾ ജോയൻ ലാപ്പോർട്ട പറയുന്നത്. ഏതായാലും ലാപ്പോർട്ടയുടെ ബോർഡിൻ്റെ കാലാവധി തീരാൻ പോവുകയാണ്. 2026 പുതിയ ഇലക്ഷൻ വരാൻ പോകുന്നു. പുതിയ ഇലക്ഷനിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഇങ്ങനെ കണ്ടസ്റ്റ് ചെയ്യുന്ന പലരും എടുത്തു പറയുന്ന കാര്യമാണ് മെസ്സിയെ തിരികെ കൊണ്ടുവരും, മെസ്സിക്ക് ട്രിബ്യൂട്ട് കൊടുക്കുമെന്നൊക്കെ. ഇത്തവണയും മെസ്സി ഒരു പ്രധാന വിഷയമായിരിക്കും ബാഴ്സയുടെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.